രാജു പി നായർ ഇപ്പോൾ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ് എന്നൊരു പ്രതികരണത്തിൽ മാത്രം ഒതുക്കുകയാണ് കോൺഗ്രസിന്റെ നിലപാട്. പക്ഷേ വാതിൽ തുറന്നിട്ട് കേരള കോൺഗ്രസ് അഥവാ ഇങ്ങോട്ട് പ്രവേശിക്കുകയാണെങ്കിൽ അവർക്ക് എത്ര സീറ്റ് എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണല്ലോ. അപ്പുറത്ത് 12 സീറ്റ് കിട്ടി, ഇത്തവണ വേണമെങ്കിൽ 13 കിട്ടും. ഇവിടെ എത്തുമ്പോൾ അത് അത്ര കൊടുക്കാൻ പറ്റില്ല എന്നൊരു യാഥാർത്ഥ്യം നിൽക്കുന്നു. കൂടുതൽ പാർട്ടികൾ എത്തുമ്പോൾ എല്ലാവരും വിട്ടുവീഴ്ച ചെയ്യണമെന്നുള്ള പ്രതികരണമൊക്കെ നേരത്തെ പ്രതിപക്ഷ നേതാവ് നടത്തിയിട്ടുണ്ട്. പക്ഷേ എത്രത്തോളം വിട്ടുവീഴ്ച എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞ പോലെ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ഇവിടെയാണ് കേരള കോൺഗ്രസിന് താല്പര്യം. അവിടെ ഇപ്പോൾ കോൺഗ്രസിനും താല്പര്യമുണ്ട്, ജോസഫ് വിഭാഗത്തിന് താല്പര്യമുണ്ട്. അപ്പോൾ വന്നാൽ കൂടുതൽ തലവേദനയാകുമോ എന്നൊരു ചോദ്യം കൂടി ഇല്ലേ? അല്ല, അതൊക്കെ വീൽ ക്രോസ് ദ ബ്രിഡ്ജ് വെൻ ഇറ്റ് കംസ്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അതിനകത്ത് തലവേദനയൊന്നുമില്ല. ഇപ്പൊ പ്രതിരോധത്തിലായിരിക്കുന്ന ആരാന്ന് നോക്കൂ. പ്രതിരോധത്തിലയക്കുന്നത് CPM-ഉം സർക്കാരുമാണെന്നുള്ള ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനത്തോടെ തെളിഞ്ഞല്ലേ. എന്തായാലും ആ CPM പ്രതിരോധത്തിലായപ്പോ ഗുണം കിട്ടിയത് കോടിയേരി ബാലകൃഷ്ണന്റെ ഓർമ്മകൾക്കാന്നുള്ളൊരു ഗുണമുണ്ട്. അല്ലെങ്കിൽ കോടിയേരി ബാലകൃഷ്ണന് 3 വർഷമായിട്ട് അനുവദിക്കാത്ത സ്ഥലം ഇപ്പൊ ജോസ് കെ മാണിയെ സന്തോഷിപ്പിക്കാനായിട്ടാണെങ്കിലും അദ്ദേഹത്തിന് കിട്ടിയല്ലോ എന്നുള്ളതിലൊരു നല്ലൊരു ബെനഫിഷ്യറി ആയിട്ട് അദ്ദേഹം മാറുന്നുണ്ട്. ഇപ്പോ അങ്ങനെ ഒരു ടോക്കണിസത്തിലൊന്നും തീർക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. നോക്കൂ, ഇവിടെ കേരള കോൺഗ്രസ് മാണി പ്രതിദാനം ചെയ്യുന്നത് വലിയ തോതിൽ കർഷകർ, കുടിയേറ്റ കർഷകർ, മലയോര കർഷകരുണ്ട്. ആ മലയോര കർഷകർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതം എന്താണെന്നുള്ള കൃത്യമായിട്ടല്ലേ. ഈ സർക്കാർ അധികാരത്തിലെത്തുന്നതിന് മുമ്പ് 250 രൂപ റബ്ബറിന് അടിസ്ഥാന വില താങ്ങുവിലയാക്കി മാറ്റുമെന്ന് പ്രഖ്യാപിച്ചവരല്ലേ. നടപ്പിലാക്കിയിട്ടുണ്ടോ? അത് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. വന്യജീവി സംഘർഷം ഏറ്റവും കൂടുതൽ മലയോര മേഖലയിലെ കർഷകരെ, കുടിയേറ്റ കർഷകരെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മൾ കാണുന്ന മരണങ്ങൾക്കപ്പുറം ജീവിതങ്ങൾ പൊലിയുന്നത് നമ്മളവിടെ കാണുന്നുണ്ട്. ഏക്കർ കണക്കിന് കൃഷി ഉൾപ്പെടെ ഈ വന്യജീവി ആക്രമണത്തിൽ തകർന്ന് കൊണ്ടിരിക്കുകയാണ്. അപ്പം അത്തരത്തിൽ ഉള്ള വിഷയങ്ങൾ അവർക്കുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ക്രിസ്തീയ സമുദായത്തിന്റെ അകത്ത് BJP കടന്നു കയറാൻ വേണ്ടി പിണറായി വിജയൻ ഒരുക്കി കൊടുക്കുന്ന സംവിധാനങ്ങളുണ്ട്. അങ്ങനെ പലതരത്തിൽ ഇന്ന് അവർ പ്രതിദാനം ചെയ്യുന്ന മലയോര കർഷകർ ഉൾപ്പെടെയുള്ള പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അധികാരത്തിനപ്പുറം ഏതൊരു പാർട്ടിക്കും അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസി കൈകാര്യം ചെയ്യണ്ടേ. ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽപ്പെട്ട ആൾക്കാർ, കോൺസ്റ്റിറ്റ്യുവൻസി ഞാൻ ഉദ്ദേശിക്കുന്നത് അവർ പ്രതിദാനം ചെയ്യുന്ന സമൂഹം, ആ സമൂഹത്തിൽ ആ പ്രതിദാനം ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യുവൻസി അവർക്ക് അഡ്രസ് ചെയ്യേണ്ട വിഷയങ്ങൾ ഏറെ ഉണ്ട്. അവരിത് അഡ്രസ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. വന്യജീവി സംഘർഷത്തിന് കഴിഞ്ഞ 5 വർഷമായിട്ട് 10 വർഷമായിട്ട് പിണറായി വിജയൻ സർക്കാരിന്റെ ട്രാക്ക് റെക്കോർഡ് എന്താണ്? ഹലോ, പിണറായി വിജയൻ സർക്കാരിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? അവിടെ ഒരു തരത്തിലും ആ കാട്ടാനകളെയും അല്ലെങ്കിൽ വന്യജീവിയും നാട്ടിലേക്ക് ഇറങ്ങിയോ കൃഷി ഇടം നശിപ്പിക്കാതെ ഇരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല. 1 രൂപ ചെലവാക്കുന്നില്ല. അവിടെയുള്ള മറ്റ് കർഷകർ, ഏലം ഉൾപ്പെടെയുള്ള നാണ്യവിളകളുടെ കർഷകർ ഉൾപ്പെടെയുള്ളവരെല്ലാം അനുഭവിക്കുന്ന വലിയ ദുരിതമുണ്ട്. അവിടെ കുരങ്ങന്മാർ, ഞാൻ വയനാടുമായിട്ട് ബന്ധപ്പെട്ട് കുരങ്ങന്മാർ കാരണം അനുഭവിക്കുന്ന ദുരിതം, അവിടുത്തെ ഇത് ചെയ്തവർക്കുള്ള ദുരിതം, ഇതെല്ലാം ഏറ്റവും കൂടുതൽ പ്രതിഫലിച്ചതല്ലേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. ഞങ്ങൾ മലയോര ജാഥയുമായിട്ട് ഞങ്ങൾ പോയപ്പോൾ കേട്ടത് മുഴുവൻ ഈ ദുരിതങ്ങളല്ലേ. ആ ഒരു സമൂഹത്തെ കൂടുതൽ പ്രതിദാനം ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. അവരെ സംബന്ധിച്ചോളം റബ്ബറിന്റെ വില ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർക്ക് വലിയ രീതിയിൽ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളെല്ലാം ഉണ്ട്. അത് വേണമോ വേണ്ടയോ എന്നുള്ളത് അവരുടെ ചിന്തയാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം നേരത്തെ ഇവിടെ ശ്രീ മുഹമ്മദ് ഷാ സൂചിപ്പിച്ച പോലെ ഞങ്ങൾ ഇപ്പോഴത്തെ ഫോർമേഷനിൽ ഞങ്ങൾ ഏറ്റവും വലിയ സേഫ് ആയിട്ട് ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുമെന്നുള്ളത് ഞങ്ങൾ പറയുന്നതല്ല, മറിച്ച് ഇന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നതാണ്. അത് വലിയ തോതിൽ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നു എന്നുള്ളതും അത് UDF-ന് ഗുണകരമായി മാറും. പക്ഷെ അപ്പോഴും എന്തുകൊണ്ടാണ് ഞങ്ങൾ മുന്നണി വിപുലീകരിക്കുന്നത്? മുന്നണി വിപുലീകരിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് കേവലം ഒരു രാഷ്ട്രീയ ഫോർമേഷൻ ആയിട്ട് മാത്രമല്ല UDF നിലനിൽക്കേണ്ടത്, മറിച്ച് UDF ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമായി മാറണം. ആ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമായിട്ട് മാറുക എന്നുള്ളത് കൊണ്ടാണ് കഴിയാവുന്ന അത്ര പേരെ ചേർത്ത് പിടിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകാനുള്ള ചിന്ത എടുക്കുന്നത്. അതുകൊണ്ടാണ് JRPയുടെ ശ്രീമതി CK ജാനുവിന്റെ പാർട്ടിയെ പോലുള്ളവർ ഇന്ന് UDF-ലേക്ക് വരുമ്പോഴത്തേക്ക് ഏറ്റവും അരികുവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തെ ഞങ്ങൾ ചേർത്ത് നിർത്താൻ ഞങ്ങൾക്ക് സാധിക്കുകയാണ്. അവർക്ക് ഒരു രാഷ്ട്രീയ അധികാരം അല്ലെങ്കിൽ രാഷ്ട്രീയ ഐഡന്റിറ്റി അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നു. അവർ തീർച്ചയായിട്ടും അത് ആ പാർട്ടിയെ വലിയ രീതിയിൽ ശക്തിപ്പെടുത്തുന്നുണ്ട്. അതുപോലെ പല PV അൻവർ എതിർത്തുന്നവരാണ്, പക്ഷെ അവരെയും ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ സമൂഹങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ആക്കി UDF-നെ മാറ്റുക. കാരണം അതിന് വലിയ പ്രാധാന്യമുണ്ട് സ്മൃതി. ഈ കേവല രാഷ്ട്രീയത്തിന്റെയും അഴിമതിയുടെയും എല്ലാം മാത്രം വക്താവായിട്ട് ഇന്ന് LDF അവിടെ നിൽക്കുമ്പോൾ
അതിനിപ്പുറം സാധാരണ ജനങ്ങളുടെ മുഴുവൻ മുന്നേറ്റത്തെ UDF പ്രതിനിധാനം ചെയ്യുക എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അത് വർഗീയതയെ തോൽപ്പിക്കാനും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അവർക്കെല്ലാവർക്കും എത്താൻ കഴിയുന്ന, അവർക്കെല്ലാവർക്കും പ്രാതിനിധ്യം കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് UDF എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തണമെങ്കിൽ ഞങ്ങൾ കേവലം ഇന്നത്തെ അധികാരത്തിനകത്ത് നിന്നുകൊണ്ട് ഞങ്ങൾക്കുണ്ടാക്കാൻ കഴിയുന്ന സീറ്റുകളെ സംബന്ധിച്ചല്ല, അതിനപ്പുറം വലിയൊരു രാഷ്ട്രീയ ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് എന്നുള്ള പൂർണ്ണ ബോധ്യത്തിലാണ് ഞങ്ങൾ വാതിൽ തുറന്നിടുന്നു എന്ന് പറയുന്നത്. ആരാണെങ്കിലും അവരെ ഞങ്ങൾക്ക് സ്വീകരിക്കാനുള്ള മനസ്സുണ്ട് എന്ന് പറയുന്നത്. ശരി, ശ്രീ ജയേന്ദ്രൻ അങ്ങേക്ക് മറുപടി നൽകാം. അല്ല, ഇതിന് പിന്നെ വിശദമായ മറുപടി പെട്ടെന്ന് പറയാം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മനോരമ കേരളീയ സമൂഹത്തോട് വിശകലനം ചെയ്തപ്പോൾ 119 സീറ്റിലാണ് UDFന്റെ ആധിപത്യം കണ്ടത്. ഇപ്പോൾ അതേ മനോരമ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവതരിപ്പിക്കുന്ന വിശകലനത്തിൽ 80 സീറ്റാണ് മുന്നേറ്റം കണ്ടത് UDFന്. എന്ന് പറഞ്ഞാൽ 24 നിന്ന് 25 തന്നെ എത്രയാണ്? 39 സീറ്റ് കുറവാണ് UDFന്റെ മുന്നേറ്റത്തിൽ. ഇത് മുന്നേറ്റമാണെന്ന് അവർ അവകാശപ്പെടുമ്പോൾ ഇത് പിന്നോക്കം പോകലാണല്ലോ. പിന്നെ LDFനെ സംബന്ധിച്ചോളം തിരുത്താനുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തിരുത്തി തന്നെയാണ് മുമ്പോട്ട് പോകാറുള്ളത്. അതിന് ഈ തുടക്കം മുതലേ പലരും സൂചിപ്പിച്ചല്ലോ, ഈ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ അങ്ങനെയൊന്നും അല്ല സംഭവിക്കുന്നുള്ളത് പല ഘടക നേതാക്കളും പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി ഉദാഹരണങ്ങൾ മുമ്പിലുമുണ്ട്. അതിവിടെ വിവരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് വിവരിക്കാനുള്ള സമയമില്ലല്ലോ, തരുന്നില്ലല്ലോ നിങ്ങൾ. അതുകൊണ്ട് ആ സമയം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പറയാനും കഴിയില്ല. ശ്രീ മുഹമ്മദ് ഷാ, അങ്ങേക്ക് എന്താണ് ശ്രീ ജയേന്ദ്രനോട് പറയാനുള്ളത്? ഞാൻ പറഞ്ഞത് ജയചന്ദ്രൻ പറയുമ്പോൾ ഈ കാൽക്കുലേഷൻ പറയുമ്പോൾ മാത്രം ഞാൻ പറയുകയാണ്, നമ്മൾ ഈ 4 ജില്ലകളെ മാത്രം കണക്കാക്കിക്കൊണ്ട് കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തെ നമ്മൾ അവലോകനം ചെയ്യുകയാണെങ്കിൽ എറണാകുളം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ 33 സീറ്റുകളിൽ 31 സീറ്റുകളിലും ശക്തമായ ഭൂരിപക്ഷമാണ് ഈ ജില്ലാ പഞ്ചായത്തിൻ്റെ കണക്ക് നോക്കുമ്പോൾ പിന്നെ ഐക്യജനാധിപത്യത്തിൽ ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ 18 മുനിസിപ്പാലിറ്റിയിൽ 16 മുനിസിപ്പാലിറ്റിയും അതിനകത്ത് UDF ഭരിക്കുകയാണ്. ഇപ്പോൾ അതിനർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ കേരള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള എല്ലാ പാർട്ടികളും, ഇടതുപക്ഷം നിൽക്കുന്ന പല പാർട്ടികളുടെയും വോട്ടർമാരുടെ തീരുമാനം UDFന് അനുകൂലമാണ് എന്നൊരു ഫാക്ട് തിരിച്ചറിയാതെ മുന്നോട്ട്, അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ചർച്ചകളൊക്കെ ഇവിടെ നടത്തേണ്ടി വരുന്നതിൻ്റെ കാരണവും അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്ന ഫാക്ട് തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ്. അല്ലാതെ ഈ മറ്റ് കണക്കുകൾ ഈ 4 ജില്ലകളുടെ കണക്കിൽ നോക്കി ഏകദേശം ഒരു 100% സക്സസ് ആണ് ഐക്യനാഥത്തോണ്ട് കിട്ടിയിരിക്കുന്നത്. ഏതായാലും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ മറ്റന്നാളത്തെ യോഗം അത് വളരെ പ്രധാനപ്പെട്ട യോഗമാണ്. സ്റ്റിയറിംഗ് കമ്മിറ്റി ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.